കാലം തീരുവോളം, വാടിത്തളരുവോളം എൻ്റെ കണ്ണുകളുണ്ടാവും നിങ്ങൾക്കും ചുറ്റും. ഈ കൈകളിൽ ഇങ്ങനെ ഇങ്ങനെ. എന്താന്ന്? എനിക്ക് നിന്നെ അങ്ങനെയൊക്കെ വിളിക്കാം. ഞാൻ നിന്റെ തള്ളയെന്ന് കൂട്ടിയാ മതി. എന്താ തള്ളേ കാര്യം? എടാ, നീ പറയണതൊക്കെ വല്ല വഴി കൂടി പോണ തലയും മൂലയുള്ള പെണ്ണുങ്ങളോട് പറയുകയാണെങ്കിൽ തൂറോളം പണിയെടുത്ത് എനിക്ക് എന്റെ നടു ഓടിക്കണമായിരുന്നോ? പെണ്ണും പൂവും ഒരുപോലെ അല്ലേ ചിക്കാവുമേ? ഇവർക്ക് സ്നേഹം കൊടുത്താൽ പുഞ്ചിരിച്ച് തലയാട്ടി ഇങ്ങനെ നിൽക്കും. പക്ഷെ പെണ്ണ് എത്ര സ്നേഹം കൊടുത്താലും നെഞ്ചത്ത് കയറി ചവിട്ടും. ഇച്ചിക്കാവുമേ, ജോക്കുട്ടനെവിടെ? ഓ, സാറ് എണീറ്റോ? എടാ, അവനെ പഠിക്കണം എന്നുള്ള കൂട്ടത്തിലാ. അവനിപ്പോ ക്ലാസ്സിലെത്തിയിട്ടുണ്ടാവും. ഓ, നിനക്കെന്താ ആനെ പോലെ തിന്ന, ഉറങ്ങ, പിണ്ടിടുക. ആന പട്ട കയറും പോലെ വലിച്ചു കീറി ഞാൻ തള്ളേ. പൂൾപ്പിച്ചെടുക്കും ഞാൻ. എന്ത് തള്ളേ ഇത്? ബാലചന്ദ്രൻ മാമ വിനയന്റെ അച്ഛനെ എന്റെ അച്ഛന്റെ കൂട്ടുകാരനായിരുന്നു. ചെറുപ്പം മുതൽ കണ്ടിട്ടുണ്ട്. അതേ മുഖ വിനയന്. മരണം വരെയും മരണത്തിലും അവരൊരുമിച്ചുണ്ടായിരുന്നു, നാഴികകളുടെ വ്യത്യാസത്തില്. എന്നിട്ടും മരണത്തിന് കാരണക്കാരായ അതേ കുടുംബത്തിന് തന്നെ കൊട്ടാരം വീടിന്റെ താക്കോൽ ഏൽപ്പിച്ചത് എന്ത് അടിസ്ഥാനത്തിലാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മരണത്തിന് കാരണമായത് അരുന്ധതി. ഒക്കെ നാട്ടുകാര് പറയണതല്ലേ. പണ്ട് തൊട്ടേ കൊട്ടാരം വീടിന്റെ കാര്യസ്ഥപ്പണി അവര് തന്നെയാ പതിവ്. നിർമ്മലാന്റിക്കാണെങ്കിൽ ഒരു താലി ചരടിന്റെ കടം ബാക്കി നിൽപ്പുണ്ടായിരുന്നു ആ കുടുംബത്തോട്. അത് തീരട്ടെന്ന് കരുതി കാണും. പിന്നീട് നാട്ടുകാർക്കിടയില് ഒറ്റപ്പെട്ടു പോയപ്പോ ആ സ്വത്തും വരായികയും അവർക്കൊരു സഹായമാവുകയും ചെയ്തു. എനിക്കങ്ങനെ സമാധാനിക്കാനാവില്ല. എന്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ അന്ത്യം ഉറങ്ങുന്ന ആ തറവാട് അന്യാധീനപ്പെട്ടു പോകുന്നത് കണ്ട് വെറുതെ ഇരിക്കാൻ എനിക്കാവില്ല. ജോ, എനിക്ക് പേടിയാവുന്നു. എന്തിനു പേടിക്കണം? പെണ്ണൊരുങ്ങി നിന്ന പൊന്നു വിളയും. ഡോണ്ട് വറി. നീ വാ. യെസ് റൂം നമ്പർ 202 ഒന്ന് കണക്ട് ചെയ്യണം. സർ. ഹലോ, ഇത് ഞാനാ, ഗ്ലോറി. ഒറ്റയ്ക്കാ? അതെ, ഒറ്റയ്ക്കേ ഉള്ളൂ. ഓക്കെ ഡാർലിംഗ്, വാ. മിടുക്കി, മിടുമിടുക്കി. നാട് മുഴുവൻ ഈ ശരീരം കാണാതിരിക്കാൻ എന്റെ മുന്നിൽ മാത്രം ഒരു പ്രദർശനം. ഓക്കെ ഡാർലിംഗ്, കം ഓൺ. ഒറ്റയ്ക്കല്ല എന്റെ മോള് വന്നതല്ലേ? ഞാൻ കരുതിയിരുന്നു മറ്റവന്, റസാക്കിന്. അവനുള്ള സ്നേഹം മാത്രം മതി മച്ചു. ഇക്കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ല. അവന് ജീവനിൽ കൊതിയുണ്ടാവും. ആ പറഞ്ഞത് സത്യം. അവൻ നിന്നോട് ചേരില്ല, പിന്നെ ഞാൻ നിന്നോട് ചേരും. ജീവനിലോട്ട് കൊതിയുമില്ല. എവിടെ ഐറ്റം? ഇവളുടെ ബാത്റൂം സീക്രട്ടേ. തുക പറഞ്ഞ വെച്ച് നോക്കുമ്പോ ഐറ്റം നല്ല ഒന്നാം തരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടെന്ന് മനസ്സിലാക്കാം. പിന്നൊരു സംശയം, പകരം തരാൻ കഴിയാത്തൊരു തുക പറഞ്ഞ ഇവളുടെ ശരീരം ദാനം കിട്ടുന്നു കരുതി വിളിപ്പിച്ചാണെങ്കിലോ? റോബിനെ ഒന്ന് കാണിച്ചേ, എന്നിട്ട് നമുക്ക് വില നിശ്ചയിക്കാം. അതല്ലേ അതിന്റെ ഒരു രീതി. വേണ്ട ജോ, കളിക്കല്ലേ. കളിച്ചാൽ നീ ഈ പറഞ്ഞ ഐറ്റം എന്റെ മൊബൈലിലൂടെ അല്ല, നെറ്റിലൂടെ കാണുന്നീ. അതിനുള്ള സൗകര്യം ഞാൻ ഏർപ്പാടാക്കി തരാം. അത് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണുകയും ചെയ്യാം. ഇല്ല മച്ചു, വേറെ ആര് കണ്ടാലും നിനക്കിനി കാണാനോ നെറ്റിൽ കയറ്റാനോ ആവില്ല. നീ എങ്ങാനോ അതിന് മുതിർന്ന ഈ നെഞ്ചി കിടന്ന് പടപട പടയ്ക്കുന്ന ആ കുന്ത്രാണ്ടമുണ്ടല്ലോ, അതങ്ങോട്ട് നിൽക്കും. നിർത്തം ഞാൻ. എന്റെ പൊന്നു മോനെ, അതിന് നിനക്ക് കഴിയുമെങ്കിൽ ആദ്യം അത് നടക്കട്ടെ. വേണ്ട മച്ചു, എന്നെ കൊണ്ട് വെറുതെ ചാട്ടമാർ എടുപ്പിക്കരുത്. ജോ, സ്റ്റാൻഡ് അപ്പ്. ജോ, മാനേഴ്സ് പഠിച്ചിട്ടില്ലേ? അത് ആ സബ്ജക്റ്റ് എടുത്തപ്പോ ഞാൻ ആബ്സെന്റ് ആയിരുന്നു ടീച്ചർ. സത്യമായിട്ടും ടീച്ചറെ, ഈ കാവ്യോട് ചോദിച്ചോക്കി. അല്ലേ കാവ്യ? അതെന്ന് സത്യമായിട്ടും. ഇപ്പൊ സമയം എത്രയായി? ഞാൻ ഇന്നലെ പുഴയിലാ കുളിച്ചത്. ചോദിച്ചതിന് മറുപടി പറയാം. അതെ ടീച്ചർ, അതാ പറഞ്ഞു വരുന്നത്. വാച്ച് ഊരി വെക്കാതെ പുഴയിൽ ചാടി. വാച്ചിന്റെ കാര്യം കട്ട പോകാം.
ഇനി പുതിയ എണ്ണത്തിന് അപ്പച്ചൻ അമേരിക്കയിലോട്ട് എഴുതണം. ഷടാ. എന്തോ ഈ നേരത്താണോ ക്ലാസ്സിൽ വരുന്നത്? അത് പിന്നെ വരുന്ന വഴിക്ക് സെക്കൻഡ് ബിയിലെ ഗ്ലോറി ഒരു ആവശ്യം പറഞ്ഞു. നടത്തി കൊടുക്കാതെ മുഖം തിരിച്ച് നടക്കുന്നത് ശരിയാണോ ടീച്ചർ? നടത്തി കൊടുത്തു. ദേ ഇത്രയും നേരായി. അപ്പച്ചൻ അമേരിക്കയില്. അതെ ടീച്ചർ. അമ്മയും അമേരിക്കയിൽ തന്നെയാണോ? അതെ ടീച്ചർ. ടീച്ചർക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടെ പെറ്റിട്ട് അമ്മ പറഞ്ഞതായിരിക്കും. അതും എനിക്ക് മനസ്സിലായി. ഏതായാലും അവരെ ഒരു നല്ല അമ്മയുടെ ഗണത്തിൽ ചേർക്കാനാവില്ല. ആയിരുന്നെങ്കിൽ അത് ജോയുടെ പെരുമാറ്റത്തിൽ കണ്ടേനെ. ഇത്തരം കൊള്ളരുതായ്മ കാണിക്കുന്നവരുടെ പൈതൃകത്തെയാ കുറ്റപ്പെടുത്തുക എല്ലാവരും. ബാസ്റ്റഡ് എന്ന് പറഞ്ഞ ആക്ഷേപിച്ചു. ഏയ്, എന്നാ ഞാനെങ്ങനെ പറയില്ല. മക്കളുടെ സ്വഭാവം നിയന്ത്രിക്കേണ്ടതും അവർക്ക് മര്യാദ എന്തെന്ന് പഠിപ്പിക്കേണ്ടതും അമ്മയാണ്. ഒരു വൃത്തികെട്ട സ്ത്രീയുടെ മകന് വൃത്തികെട്ട സ്വഭാവവും കാണും. എല്ലാവരും ഇറങ്ങ്. എന്താ ഇത്? ഇറങ്ങ്. എല്ലാവരും ക്ലാസ്സിലിരിക്കൂ. എന്തായി കാണിക്കുന്നത്? ജോ, ടീച്ചർ പറഞ്ഞു നേരാ. ജോക്കുട്ടിന് നല്ലൊരു അമ്മയില്ല. അമേരിക്കയിലെ അപ്പനും അമ്മയെന്നൊക്കെ ജോക്കുട്ടൻ പുളുപിടിച്ചതാ. ആക്ച്വലി ഞാനൊരു ഓർഫനാ ടീച്ചറെ. എന്റെ ഒന്ന് പറയാൻ ഒന്നുമില്ലാത്തൊരു ബാസ്റ്റഡാ ഞാൻ. സ്നേഹം തേടാറുണ്ട് ജോ, ബന്ധുക്കളെ തേടാറുണ്ട്. പക്ഷെ കിട്ടണ്ട ടീച്ചറെ. എന്നെ ശരിക്കും മനസ്സിലാക്കിയത് ഈ ടീച്ചർ തന്നെയാ. ഒരമ്മയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടെന്താ? എന്നിലെ ആ കുറവ് മനസ്സിലാക്കിയതും ബോധ്യപ്പെടുത്തി തരാൻ മുതിർന്നതും ടീച്ചറാ. ജോ, ഞാനത് സന്തോഷമുണ്ട് ടീച്ചറെ. എന്നെ പുച്ഛിക്കാനും ആക്ഷേപിക്കാനും ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. ഒരമ്മയുടെ സ്നേഹം അത് തേടിച്ചെന്ന ഫലമോ? ടീച്ചർക്കാവോ ഒരമ്മയുടെ സ്നേഹം തരാൻ? ജോ, ഞാൻ പറ്റില്ല അല്ലേ? ആർക്കും പറ്റില്ല. സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ എല്ലാവർക്കും ഉള്ളു വരയ്ക്കും അല്ലേ ടീച്ചറെ? എന്താ ഫോൺ എടുക്കാത്തെ? അമ്മയാ, ഞാൻ എത്ര പറഞ്ഞാലും അമ്മയുടെ വാശി അമ്മയ്ക്ക് വലുത്. നിനക്കിപ്പോ കൊട്ടാരം വീട്ടിൽ പോണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള പെർമിഷൻ ഞാൻ വാങ്ങിച്ചു തരാം. എന്താ ടീച്ചറെ? എന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ നവരസങ്ങൾ ഇങ്ങനെ മിന്നി മറയാണല്ലോ ടീച്ചറെ. ആദ്യമായിട്ട് തന്നെയാ ഇങ്ങനെ ഒറ്റയ്ക്ക്. സന്തോഷം. നമസ്കാരം ട്ടാ. ഇനി മാഷ് കാണാത്ത ചില ഭാവങ്ങളുണ്ട്, കാണണോ? അയ്യോ വേണ്ടേ. ചെങ്ങമ്പുഴ പണ്ട് പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. നാരികൾ നാരികൾ വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ, നാരാഗി അഗ്നികൾ. എന്താ ടീച്ചറെ, അങ്ങനെയല്ലേ? ശരി, വരട്ടെ. നിൽക്ക്. ഒറ്റയ്ക്ക് കിട്ടിയിട്ട് മാഷ് അങ്ങനെ അങ്ങ് പോയാലോ? പെണ്ണെന്താണെന്ന് അറിയണ്ടേ മാഷിന്? ഞാൻ അറിയിച്ചു തരാം. ഞാൻ കാണാത്തൊരു ഭാവോ പെണ്ണിന്? എങ്കിൽ എനിക്കൊന്ന് കാണണല്ലോ. തനിക്കൊരു വിചാരമുണ്ട്, താനാണ് ഭൂമി താങ്ങി നിർത്തുന്നതെന്ന്. ഒരു പെണ്ണിന്റെ മനസ്സിന് മുൻപിൽ താൻ വെറും തൃണോ. ഇന്നലെ വരെ എന്നെ നിന്ദിച്ചതിന് ഒരു മാപ്പ്. ഞാനോ? നടന്നു തന്നെ ഇമ്മിണി പുളിക്കും. നടക്കും. മാഷിനെ അനുസരിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഈ നിമിഷം മാഷി കോളേജിന് പുറത്താ. ടീച്ചർ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക് ടീച്ചർ പ്ലീസ്. ഒച്ച വെക്കില്ലേന്ന് ടീച്ചർ, ഞാൻ പറയുന്നത് കേൾക്ക്. വിശ്വാസം കാണിക്ക്. മാറി നിൽക്ക് ടീച്ചറെ.
വാതിൽ തുറക്ക്. എന്താ എന്താ ജോക്കൂട്ട പ്രശ്നം? ആർക്കാണ് അവിടെ ബാധ കയറിയത്? തുറക്ക്. ആരാ ലോക്ക് ചെയ്തേ? വാതിലുറക്ക്. എന്താ എന്താ ഉണ്ടായേ? ടീച്ചറെ ഒന്ന് പേടിപ്പിക്കാൻ. ജോക്കുട്ടാ, സോറി ടീച്ചറെ, ഇത്ര സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. ടീച്ചർ പേടിച്ചു അല്ലേ? സോറി ടീച്ചർ, സോറി. മാഷും പേടിച്ചു. സന്തോഷേ മാഷേ, എനിക്കിത് വേണം. മാഷിന്റെ ഉള്ളിലെ വിഷമം തീർന്നല്ലോ. നിർത്ത്. മതി നിന്റെ പ്രസംഗം. 10 ദിവസത്തേക്കുള്ള സസ്പെൻഷൻ, അതാ നിനക്കുള്ള ശിക്ഷ. ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചൂടെ? നോ എക്സ്ക്യൂസ്. പോ ക്ലാസ്സിൽ പോ. ആ പോകാൻ. ജോ